ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള അതേസമയം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ഗാർലിക് എഗ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഗാർലിക് എഗ് റൈസ് ആണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് മുഴുവൻ മുളകാണ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 8ഓളം ചുവന്ന മുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള മുളകും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ റെഡ് ചില്ലിയും ഗാർലിക്കും ഒക്കെ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ കടായി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല നീളത്തിലാണ് സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ ഗോൾഡൻ നിറമാവണം കേട്ടോ അത്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഗോൾഡൻ നിറമായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 ടീസ്പൂൺ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു എഗ് റൈസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ എന്നും ചോറ് കഴിക്കുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള റൈസുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മലയാളികൾക്ക് എന്നും ചോറ് ഒരു പ്രിയപ്പെട്ട തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണക്ക് നന്നായിട്ട് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി ഈ സമയത്ത് നമുക്കിതിനെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട്. മുട്ടയെ തനിയെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഉടച്ച് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ തലേ ദിവസം വേവിച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒട്ടും ഉടഞ്ഞു പോവില്ല. ഞാനിതിപ്പോൾ ഇന്ന് തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. ഈ ജീരകശാല റൈസിന് പകരം ബസ്മതി റൈസോ കൈമാ റൈസോ അതെല്ലാം നമുക്ക് പൊന്നി റൈസ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയില കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് അവസാനമായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. സുറുക്ക എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചില്ലി ഗാർലിക് എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.